ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 12-ാം വർഷമാണ് തൊമ്മി ജനിക്കുന്നത്. ചികിത്സകളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ പ്രാർത്ഥനയായി. ഞങ്ങളുടെ ധ്യാന ഗുരുവായിരുന്നു ഫാദർ തോമസ് അമ്പലക്കാട്. കേട്ടിട്ടുണ്ടോ? ഇല്ല. പബ്ലിസിറ്റി ഒന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്. കുട്ടിയുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ പേരിടണമെന്ന് പോളിനായിരുന്നു നിർബന്ധം. ഡോക്ടർ ആന്റി. ഹായ് തൊമ്മി. മമ്മ ഈസ് ഓൾ റൈറ്റ്. ചെറിയൊരു തലകറക്കം. ഷീലയെ കൊണ്ടുവന്നത് നിങ്ങളാണല്ലേ? അതെ. ബന്ധുവാണോ? എക്സ്ക്യൂസ് മീ മാഡം. റൗണ്ട്സിന്റെ നേരത്തെ എവിടെയായിരുന്നു ഈ പേഷ്യന്റ്? റിപ്പീറ്റ്. സോറി മാഡം. കം. യു ബി ഹിയർ. അമ്മയെ കാണണ്ടേ? നേഴ്സ് വിളിക്കും. വരൂ. വെറും തെർമോക്കോളാണ് ഷീല. തണ്ടും തടിയും ഒക്കെ വെറുതെ. സി, അനീമിക്കാണവര്. ഹീമോഗ്ലോബിൻ 8. ഇതൊരുമാതിരി ക്യാറ്റ്വാക്കിന് പോകുന്ന പെമ്പിള്ളാരുടെ അവസ്ഥയാ. പ്രോട്ടീൻ ഡയറ്റ്, പച്ചക്കറിയില്ല, കാർബോഹൈഡ്രേറ്റ് ഇല്ല, 2 നേരവും വർക്കൗട്ട്. 0 സൈസിന് വേണ്ടി പണിപ്പെടാൻ കണ്ട ഒരു പ്രായം. മോഡലിംഗാ ഇപ്പോഴും ഭ്രമം. വർഷങ്ങൾ കാത്തിരുന്ന കാര്യങ്ങളൊരു കരയ്ക്കെത്തിയത്. 100 വട്ടം ഞാനിവരെ വാൺ ചെയ്തതാ. ഒന്ന് ഉപദേശിക്കാത്തതെന്ത്? ഷീല ഗർഭിണിയാ. അതറിയാമോ ബന്ധുവിന്? യെസ്, 3 മാസം. ഇത് ഷീലാമ്മയ്ക്ക് അറിയാമോ? അറിയാമോന്നോ? എത്ര കാലത്തെ ഞങ്ങളുടെ ചികിത്സയുടെ പരിസമാപ്തിയാണിത്. പ്രസ്റ്റീജ് പേഷ്യന്റാ ഷീല. എന്തെങ്കിലും അബദ്ധം വന്നു പോയാൽ തീർന്നു. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ഷീലയ്ക്ക് 40 വയസ്സായി. 35 വയസ്സിനു ശേഷമുള്ള ഗർഭധാരണങ്ങളെല്ലാം റിസ്ക് എലമെന്റ് ഉള്ളതാ. പ്രത്യേകിച്ചും ഫസ്റ്റ് പ്രഗ്നൻസി ആകുമ്പോൾ. ഫസ്റ്റ്? ആ, ഷീല ആദ്യമായി ഗർഭം ധരിച്ചിരിക്കുന്നു. കേൾക്കുന്നത് പോലെ സിമ്പിൾ അല്ല കാര്യങ്ങൾ. ഒരുപാട് ട്രീറ്റ്മെന്റുകൾക്ക് ശേഷമാ ഈ സ്റ്റേജിലെത്തിയിരിക്കുന്നത്. അമേരിക്കക്കാരൻ തോറ്റ കേസാ. ചെറിയൊരു പ്രൊവക്കേഷൻ മതി ബോഡി റിജക്റ്റ് ചെയ്യാം. ഷീല ഇതൊന്നും പറഞ്ഞില്ലേ? ആ ചെറുക്കന്റെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു? തൊമ്മി, അവന്റെ സാന്നിധ്യമേ ഷീലയ്ക്ക് നല്ലതല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ചികിത്സയോടുള്ള ഒരു അവിശ്വാസം വന്നപ്പോ ഷീലയും പോളും കാണിച്ച അബദ്ധമാ ഈ തൊമ്മി. ഐ മീൻ അഡോപ്ഷൻ. ഇപ്പൊ അബദ്ധമായെന്ന് തോന്നുന്നുണ്ടാവൻ 2 പേർക്കും. അവനെ ഒഴിവാക്കണമെങ്കിൽ ഇനി എന്താ പാട്? ഒഫീഷ്യലി ദത്തെടുത്തിരിക്കല്ലേ? തുമ്മിയപ്പോ സ്വന്തം മകനല്ലേ? ദത്തെടുത്താണോ? കുട്ടി ഷീലയുടെ ആരാന്നാ പറഞ്ഞേ? തുമ്മിയുടെ ടീച്ചർ.
Tommy, you go home. ചീലു, ഒരിടം വരെ പോകാനുണ്ട്. ചികിത്സകളും പ്രാർത്ഥനകളും പരാജയപ്പെട്ടപ്പോൾ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. തുമ്മി. ഒരു ഫാദർ തോമസിന്റെ കാര്യം ഞാൻ ചീലുവിനോട് പറഞ്ഞല്ലോ. ധ്യാനഗുരു. അദ്ദേഹമാണ് അഡോപ്ഷൻ എന്ന ഐഡിയ സജസ്റ്റ് ചെയ്തത്. അവസാനം എന്റെ നിർബന്ധത്തിന് പോൾ വഴങ്ങുകയായിരുന്നു. ഫാദർ തോമസിന്റെ തന്നെ അനാഥ മന്ദിരത്തിലെ കുട്ടിയായിരുന്നു തൊമ്മി. അഡോപ്റ്റഡ് ചൈൽഡ് ആണെന്നുള്ള കാര്യം ബന്ധുക്കൾക്ക് പോലും അറിയില്ല. അറിയരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അഡോപ്ഷന്റെ നിയമവശങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ കുട്ടിയെ രഹസ്യമായി അമേരിക്കയ്ക്ക് കൊണ്ടുപോയി. ഷീല അവിടെ വെച്ച് തൊമ്മിയെ പ്രസവിച്ചു. അതാണ് മറ്റുള്ളവരുടെ അറിവ്. ശരിക്കും ആരുടെ കുട്ടിയായിരുന്നു തൊമ്മി? നോ ഐഡിയ. അത്തരം ഡീറ്റെയിൽസ് ഒന്നും ഫാദർ തോമസ് ഷെയർ ചെയ്യാറില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിനും അറിയില്ലായിരിക്കാം. അമ്മ തൊട്ടില് പോലെ എന്തോന്നുണ്ടല്ലോ. ആളുകൾ കുട്ടികളെ അവിടെ ഉപേക്ഷിക്കും, കടന്നുകളെ. ജസ്റ്റ് ലൈക്ക്. ഫാദർ തോമസ് ഇതേക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഷീല ഗർഭിണിയായി എന്നൊരു സൂചനയെ കിട്ടിയിട്ടുള്ളൂ. അത് കൺഫേം ആകണം, പ്രസവിക്കണം. അത് നടക്കും എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും അതിനു മുമ്പ് തൊമ്മിയെ ഉപേക്ഷിക്കാന്നൊക്കെ പറയുമ്പോൾ, അല്ല, നിങ്ങൾ നിയമപരമായി വേണ്ടതും അതിലധികമൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരി. പക്ഷേ ഇത് ദൈവത്തെ പരീക്ഷിക്കുന്ന പണിയല്ലേ ഷീല? അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഷീല പ്രസവിച്ചില്ലെങ്കിൽ മനുഷ്യാവസ്ഥയാണ്. ഫാദറിന് മോഡേൺ സയൻസിന്റെ സാധ്യതകളെക്കുറിച്ച് അറിയില്ലാഞ്ഞിട്ടാണ്. എൻ്റെ തൊമ്മി തിരിച്ചു വരുന്നതിൽ സന്തോഷമുള്ളൂ എനിക്ക്. പെറ്റിട്ട് 3-ന്റെ അന്ന് എൻ്റെ കയ്യിൽ വന്നതാവൻ. അവൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ അവൻ എങ്ങോട്ട് പോകാൻ? പറഞ്ഞു വിട്ടേരെ. ഒരു സജഷൻ ഉണ്ട്. എന്താ ഫാദർ? തൊമ്മിക്ക് വലിയ ഇഷ്ടാ നിങ്ങളെ രണ്ടുപേര്, അല്ലേ? അതെ, സ്വന്തം പേരൻസിനെ പോലെ. അതിലും മേലെയാണെന്നാ എൻ്റെ ഒരു തോന്നൽ. തമ്മി പിരിയുമ്പോൾ അവൻ്റെ കൊച്ചു മനസ്സ് വേദനിക്കരുത്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, ഡോക്ടർ മുകുന്ദൻ മേനോൻ. ചൈൽഡ് സൈക്കാട്രിയിൽ വലിയ വിദഗ്ധനാണ്. അദ്ദേഹത്തിനോട് ഒരു അഡ്വൈസ് എടുക്കണം. തൊമ്മിയെ ഓർഫനേജിലേക്ക് തിരികെ എത്തിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവനിൽ നിന്ന് അകലുക എന്നുള്ളത് ഡോക്ടർ മുകുന്ദൻ മേനോൻ്റെ ഐഡിയ ആയിരുന്നു. കുട്ടിയുടെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒഴിവാക്കുക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായ ഞാൻ വീട്ടിൽ നിന്ന് മാറിയുന്നതും സ്ട്രിക്റ്റ് ആയതുമൊക്കെ. പക്ഷേ ഷീലയും കൂടി ഡിസ്റ്റൻസ് ഇട്ടവിടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. അതുവരെ നല്ല കുട്ടിയായിരുന്ന തൊമ്മി വീട്ടിലും സ്കൂളിലും ഒരു പ്രോബ്ലം ചൈൽഡായി മാറി. ആ അവസ്ഥയിൽ അവനെ തിരികെ വിട്ട അവനെന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന് പോലും ഞങ്ങൾ ഭയന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് തോന്നിയ ഘട്ടത്തിലാണ് ജീലു എത്തുന്നത്. ബൈ ഗോഡ്സ് ഗ്രേസ് നിന്റെ വരവ് ക്ലിക്കായി. തൊമ്മി ഇപ്പോ ഹീസ് ഓക്കെ നൗ. ഇതൊന്ന് സെറ്റിലാവുന്നത് വരെ ജീലു ഞങ്ങളുടെ കൂടെ വേണം. എന്ത് പ്രത്യുപകാരവും ഞങ്ങൾ ചെയ്യാം.
നിങ്ങൾക്ക് എത്രയോ കോടികളുടെ സമ്പത്തുണ്ട് സർ. ആ പാവം കുഞ്ഞും കൂടെ ഇവിടെ കഴിയുന്നാൽ എന്താ കുഴപ്പം? എന്തായാലും ഒരു മകൻ എന്ന നിലയിൽ നിങ്ങൾ അവനെ സ്നേഹിച്ചതല്ലേ? അവനൊരവകാശവും കൊടുക്കണ്ട. സി ജീലു, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടില്ല. മകനെന്ന നിലയിൽ കോടികളുടെ സ്വത്ത് അവന്റെ പേരിൽ എഴുതി വെച്ച പോളിന് അവനെ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടില്ല. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നിനക്ക് തൊമ്മിയോട് തോന്നുന്ന സ്നേഹം എന്ന് പറയുന്നത് വെറും ഇമാജിനറിയാണ്. ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് നീ സ്വീകരിക്കൂ അവനെ മകനായി, വേണ്ട കുഞ്ഞനുജനായി.